ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇവിടെ മീഡിയം സൈസിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം തക്കാളി കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചതിന് ശേഷം തക്കാളി വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത ശേഷം ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് അതിൽ വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിട്ട് കൊടുത്ത ശേഷം 1 ഗ്ലാസ് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനെ ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ചൂട് ചോറിനോടൊപ്പം വിളമ്പാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.